ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്റ്റാമർ എന്ന് പറയുന്ന പോയിട്രിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു പോയറ്റ് എഴുതിയതാണ് സ്റ്റാമർ എന്ന പോയം. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2024 ചോദിച്ച ചോദ്യം: K. Sachidanandan presents a different perspective of stammer in the poem Stammer. What does the poet think of stammer? Give your responses in not more than 2 sentences. അപ്പോൾ സ്റ്റാമർ എന്ന് പറയുന്ന പോയട്രി വായിക്കുമ്പോൾ സ്റ്റാമർ ഇസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഈ ഒരു അനാലിസിസിനേക്കാളും കുറച്ചുകൂടി ഡീപ്പറായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ വേറൊരു ഐഡിയ ആണ് ആ പോയട്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാമറിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നമ്മുടെ റെസ്പോൺസ് എന്താണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാമർ സിംബലൈസസ് ദ എബിലിറ്റി ടു പ്രൊട്ടസ്റ്റ്, റെസ്പോണ്ട് ആൻഡ് റിയാക്ട് ടു ദ ഇവിൽസ് ഓഫ് സൊസൈറ്റി. കണ്ടോ, ഇവിടെ സ്റ്റാമർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു വിക്ക് എന്നുള്ളതിനേക്കാളും എബിലിറ്റി ടു പ്രൊട്ടസ്റ്റ്, റെസ്പോണ്ട് ആൻഡ് റിയാക്ട് ടു ഈവിൽസ് ഓഫ് സൊസൈറ്റി, ഈ ഒരു ഐഡിയയും കൂടെ അതിൽ വരുന്നുണ്ട്. ഡു യു എഗ്രി? കൊമെൻറ്റ്. അപ്പോൾ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനോട് തന്നെ കണക്ട് ചെയ്ത് വെക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്. 2022 ചോദിച്ചത്: യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ റിപ്പോർട്ടർ ഓഫ് എ ചാനൽ. യുവർ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഇസ് ടു ഇൻ്റർവ്യൂ ഫേമസ് മലയാളം പോയറ്റ് ശ്രീ സച്ചിദാനന്ദൻ ഹു ലിവ്സ് നിയർ ബൈ യുവർ ലൊക്കാലിറ്റി. അപ്പോൾ നമ്മളൊരു റിപ്പോർട്ടറായി ഒരു ചാനലിലെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഈ പോയിറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യാനാണ്. അപ്പോൾ പ്രിപ്പയർ 6 റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് റെസ്പോൺസസ്. ഒരു 6 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സും പ്രിപ്പയർ ചെയ്യണം. 6 മാർക്സ്. 2020 സേ എക്സാമിന് ചോദിച്ച ചോദ്യം നോക്കാം. കമ്പയർ ദ പോയം സ്റ്റാമർ വിത്ത് ദ പോയം ഐ വാസ് ബോൺ ഡിഫറെൻറ്റ്. അപ്പോൾ സ്റ്റാമർ എന്ന് പറയുന്ന പോയട്രിയിൽ നിന്നും കമ്പാരിസൺ 2020 സേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാമർ പഠിക്കണം, അതായത് കമ്പാരിസൺ എന്നുള്ള പേഴ്സ്പെക്റ്റീവിലും സ്റ്റാമർ എന്നുള്ള ഈ ഒരു പോയട്രി പഠിക്കുക. സ്റ്റാമർ ഇസ് ദ സൈലൻസ് ദറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്, ജസ്റ്റ് ആസ് ലെയിംനെസ് ഇസ് ദ സൈലൻസ് ദറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. അപ്പോൾ ഈ ഒരു പോയട്രി സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻസ് ഇതാണ്. വാട്ട് ഈസ് കോമൺ ടു സ്റ്റാമർ ആൻഡ് ലെയിംനെസ്? സ്റ്റാമർ എന്ന് പറയുന്നത് വിക്ക്, ലെയിംനെസ് എന്ന് പറയുന്നത് മുടന്ത്. അപ്പോൾ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എന്താണ്? നമുക്കറിയാം, സൈലൻസ് അല്ലേ. സ്റ്റാമർ ഇസ് ദ സൈലൻസ് ദറ്റ് ഫോൾസ് ബിറ്റ്വീൻ എന്ന് പറയുന്നുണ്ട്. ലെയിംനെസ് ഇസ് ദ സൈലൻസ് ദറ്റ് ഫോൾസ് ബിറ്റ്വീൻ. ഇവിടെ കോമൺ ആയിട്ടുള്ളത് സൈലൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയിഡ് ഇൻ ദ ലൈൻസ്. ഇവിടെ ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് വന്നേക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ജസ്റ്റ് ആസ് ലെയിംനെസ്. അപ്പോൾ അവിടെ ആസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആസ് അല്ലെങ്കിൽ ലൈക്ക് പോയട്രിയിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ സിമിലിയാണ്. വാട്ട് ഡസ് ദ പോയറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ? പോയറ്റ് സ്റ്റാമറിനെ കുറിച്ച് എന്താണ് തിങ്ക് ചെയ്യുന്നത്? എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. യെസ്. അപ്പോൾ ഇത്രയാണ് 2018 ഒരു ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം. പോയറ്റ് ക്രിറ്റിക് കെ സച്ചിദാനന്ദൻ ഹാസ് വോൺ ദ എഴുത്തച്ഛൻ അവാർഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ. അപ്പോൾ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ പോയറ്റിന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. യുവർ ക്ലാസ് ഇസ് ഡിസൈഡഡ് ടു സെൻഡ് ആൻ ഇമെയിൽ കൺഗ്രാജുലേറ്റിംഗ് ഹിം ഓൺ ദിസ് അച്ചീവ്മെൻറ്റ്. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ തീരുമാനിച്ചു അദ്ദേഹത്തിന് ഒരു കൺഗ്രാജുലേറ്റിംഗ് ഇമെയിൽ അയക്കാം. ആസ് എ ലീഡർ ഓഫ് ദ ക്ലാസ് വാട്ട് വുഡ് യു റൈറ്റ് ഇൻ ദ ഇമെയിൽ? ഡ്രാഫ്റ്റ് ദ ഇമെയിൽ. 4 മാർക്സിൻ്റെ ഇമെയിൽ അയക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് അയക്കണം. നെക്സ്റ്റ് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിംഗ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. വൈ ഡസ് ദ പോയറ്റ് തിങ്ക് സോ? ഇതാണ് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. കണ്ടോ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, ഒരുപാട് മാർക്സിൻ്റെ. പക്ഷേ കമ്പാരിസൺ നമുക്ക് കാണാം 2020. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ഒന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി, ഇതിൻ്റെ ഡീപ്പർ മീനിങ്സ് എന്താണെന്നൊന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഈസി ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.